Hello guys, welcome to my YouTube channel Neetu's Food Vlogs. ഞാൻ ഫസ്റ്റായിട്ടുള്ളൊരു വ്ളോഗ് ചെയ്യുന്നത്, പക്ഷേ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോളേജിലോട്ട് പോവുകയാണ്. സോ അതിൻ്റെ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ചിലപ്പോൾ ഉറങ്ങി എണീറ്റുള്ളൂ, ഇനി പല്ലേച്ച് കുളിച്ച് റെഡി ആവണം. സോ നമുക്കത് കുറച്ച് കാണാം. അപ്പോൾ പല്ലി വെച്ചിട്ട് കുളിക്കണം. ഇതൊക്കെ നമുക്ക് കുളിച്ചിട്ട് കാണാം കേട്ടോ. കേട്ടോ രാവിലെ എണീറ്റുള്ള ഇവിടുത്തെ വ്യൂ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കുളിച്ച് ഒരുങ്ങി വന്നിട്ട് യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞു. പക്ഷെ ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കത് എങ്ങനെ നിങ്ങളെ കാണിക്കേണ്ടതെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ ഓർമ്മ വന്നത്. നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് കോളേജിൻ്റെ ടാങ്ക് ഇട്ട് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഫുഡ് കഴിക്കണം, തല ഇട്ടണം, ലിപ്സ്റ്റിക് ഇടണം. ഇങ്ങനത്തെ കുറച്ച് പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 6:45 സോ നമുക്ക് 7:30 ബസ്. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ രാവിലത്തെ ഫുഡ്. ചോറും ബീട്രൂട്ട് ഉപ്പേരിയും. മീൻകറിയാണ് കാലത്തിന്, അതുകൊണ്ട് മീൻകറി വേണ്ടാന്ന് പറഞ്ഞു. വേറെ കറി ആവുന്നേ ഉള്ളൂ. സോ എനിക്ക് ഉപ്പേരി തന്നെ മതി, ധാരാളമാണ്. കാലത്തന്നെ ഫുഡ് കഴിക്കേണ്ട ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് 1 മണിക്കൂർ ഷാറുള്ളതുകൊണ്ട് കാലത്തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയാലേ അവിടെ എത്തത്തുള്ളൂ. ഞാൻ ഛർദ്ദിച്ച് കൊള്ളാക്കും. നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടായിരുന്നു. സോ നമ്മൾ കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കമ്മൽ കേട്ടോ. ഇത്ര ദിവസം ഞാൻ ഗോൾഡ് കമ്മൽ കുഞ്ഞൊരു ഷെഡായിട്ടേ എനിക്കത് വേണ്ടാന്ന് തോന്നി. ഞാൻ ഇന്നത്തെ നയിച്ച് വെച്ച് നമ്മളിന്ന് വലിയ കമ്മലൊന്നുമല്ല, ചെറിയ ഷെഡ് തന്നെ ഇന്ന് ഇടാൻ പോണതാ. ഈ ഒരു ചെറിയ ഷെഡിൽ നമ്മൾ ഇന്ന് ഇടാൻ പോണേ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. സോ എൻ്റെ സംസാരം കേട്ടിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് എന്തായി പൊട്ടത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പോകും. പൊട്ടേക്കാം, ബ്ലാക്ക് കളർ പൊട്ട്. ഓക്കെ, ഇനി നമുക്ക് പൊടിയാക്കാം. യൂണിഫോമിൻ്റെ പാൻറ്റ് അപ്പോൾ നമ്മളത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ലിപ്സ്റ്റിക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് വാഷ്റൂം പോകണം. വാഷ്റൂം പോയി വന്നിട്ട് ജസ്റ്റ് ഒന്ന് പാൻറ്റ് ഇടണം, പിന്നെ ഇറങ്ങണം. ഇത്രേ ഉള്ളൂ. ഉച്ചക്കലത്തോട് ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ ഓൾറെഡി ആക്കി എടുത്ത് വെച്ച് ബാഗിലെല്ലാം ആക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പേടിയില്ല കേട്ടോ. ബൈ ബൈ. ഞാനതേ റെഡിയായി ഇറങ്ങി കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പാടത്തോടെയാണ് പോകുന്നത്. നമുക്ക് റോട്ടിൽ കൂടെയും പോകാൻ പറ്റും. പക്ഷെ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും വേണം കേട്ടോ. ഇപ്പോൾ തന്നെ സമയമായി ബസ്സിന്. സോ നമുക്ക് പാടത്തൂടെ പോവുകയാണെങ്കിൽ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ എത്തും. സ്പീഡ് അടക്കുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൂടി വേണ്ട. അപ്പോൾ അതൊക്കെ അടക്കുകയാണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ എന്തായാലും സ്റ്റോപ്പ് എത്തും കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ഞാൻ പോകുന്ന വഴി. സോ ഇതാണ് കേട്ടോ നമ്മുടെ പാടത്തൂടെ പോകുന്ന വഴി. നമ്മുടെ വ്യൂ ഇതാണ്. ഇത് ആ കാണുന്നുണ്ടോ, നമുക്ക് അതിലൂടെ എത്തണം. പക്ഷെ നിങ്ങൾക്ക് ഇവിടുന്ന് ചിലപ്പോൾ ഫോണിലൂടെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ലോങ് ആയി തോന്നുമായിരിക്കും. പക്ഷെ ലോങ്ങൊന്നും അല്ല. നമ്മളിങ്ങനെ സ്പീഡ് നടന്നാൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് സ്റ്റോപ്പ് പോയി എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ വഴി തന്നെയാണ് പോകുന്നത്. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വഴി ചുറ്റി പോകത്തുള്ളൂ. പക്ഷെ വണ്ടി നമ്മുടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആ വഴി പോകുന്നത് ഭയങ്കര പാടാണ്. കാലത്തെടിച്ച് നടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കറക്റ്റ് സമയത്താണ് റെഡിയായി ഒരുങ്ങുന്നത്. അപ്പോൾ എനിക്ക് എത്താൻ കുറച്ച് ലേറ്റ്. അപ്പോൾ ഈ വഴി തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ. സമയം ഇപ്പോൾ 7:20. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്താ ഇത്രയും നേരത്തെ പോകുന്നത്? എൻ്റെ അവിടെ നിന്ന് പാലക്കാട്ടേക്ക് 1 മണിക്കൂർ ട്രാവലുണ്ട്. സോ നമ്മൾ 7:00 ഇറങ്ങിയാലേ 8:30 പാലക്കാട് എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് 9 മണിക്ക് കറക്റ്റായിട്ട് ക്ലാസ്സിലൂടെ കയറണം. വ്ളോഗ് എടുക്കുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ എടുക്കണം ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാനത് പഠിച്ച് വരുന്നേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് നടന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കിതയ്ക്കുന്നെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് കാണാട്ടോ. ഇനി ചിലപ്പോൾ വോയിസ് ഒന്നും ഉണ്ടാകത്തില്ല, ഓൺലി വീഡിയോസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം ബസ്സിലൊക്കെ കയറി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഷൈയാണ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഭയങ്കര ഷൈയാണ്. പോകെ നമുക്കെല്ലാം ശരിയാവായിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ വിഷ്വൽസും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോകുന്ന വരെയുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ ആരുമില്ല, ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. പിന്നെ വല്ലപ്പോഴും ചില കുട്ടികൾ ഉണ്ടാവാവുന്നതാണ്, പക്ഷെ ഇപ്പോൾ ആരെയും കാണുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബസ് സ്റ്റോപ്പിൽ. സോ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. സോ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകണ്ടേ, അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് നിൽക്കുവാണ് കേട്ടോ. ഇത് നമ്മുടെ അമ്പലമാണ്, മാരിയമ്മൻ ക്ഷേത്രം. നമ്മുടെ ഇത് മൂസി, ഇത് ആദി, ഇത് ഗ്രീഷോ. ഹായ് പറയടി, ഹായ് പറയടി. ഹായ് ഗൈസ്, ഞങ്ങളിത് ബസ് ഇറങ്ങി കോളേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കോളേജിലേക്ക് 2 ബസ് കയറണം. ഞങ്ങൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഗൈസ് ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് പറയും, എവിടേക്ക് പോകണം? കോളേജിലേക്ക്. അതുപോലും അറിയില്ല. കോളേജിലേക്ക് പോവാണ് ഗൈസ്. ഞങ്ങൾ ബസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. ഇത് ഒന്നാമത്തെ ഒരു വായി നോക്കിയാണ്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ക്ലാസ്, സെക്കൻഡ് പീരീഡ് ആണ്. സോ വെക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ടീച്ചേഴ്സ് ഒന്നും കേൾക്കില്ല. ഇതാണ് ക്ലാസ്. എല്ലാവരും വിടാതിരിക്കുകയാണ്. ഇന്ന് കുറച്ച് പിള്ളേർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതാണ് ശ്രീചിത്ര. എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആണ്. ഇതാണ് സിന, കൂട്ടത്തിലെ മാനേജർ കേട്ടോ. അതൊന്നും പറയട്ടോ, ഈ ഐഡിയ ഒന്ന് ചോദിച്ചതല്ലേ കേട്ടോ. ഇത് കഴിച്ച് കൂട്ടത്തിലൊരു പാലിയാണ്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മളിത് വന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഈ ടൈമിലൊന്നുമല്ല, കുറച്ചുകൂടി ലേറ്റ് ആവും. ഞാൻ വീടെത്താനൊക്കെ 6 മണിയൊക്കെ ആവാറുണ്ട്. പിന്നെ വെക്കേഷന് ഫസ്റ്റ് ഡേ ആയിരുന്നു, നമുക്ക് ഹാഫ് ഡേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹാഫ് ഡേ ഉണ്ടായിരുന്നിട്ട് ഞാൻ വീടെത്തിൽ ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 4:30 ആയി. സോ എനിക്ക് അവിടെ നിന്ന് വരുമ്പോഴൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് ഫുള്ള്. പിന്നെ എണിച്ച് നടക്കാനൊന്നും വയ്യായിരുന്നു. പിന്നെ വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോസൊന്നും. പക്ഷെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വീടെത്തി. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഞാൻ വീടെത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കാലിൽ ചെറിയൊരു പരിക്കായിട്ട് സമയം കളിച്ചോട്ടിരിക്കുന്ന ഫ്രണ്ടിൻ്റെ കാലിന് കാലത്ത് ഞാൻ വീട്ടിൽ വിചാരിച്ചില്ല. പക്ഷേ വീടെത്തിയപ്പോൾ നല്ലോണം വീട്ടിലുണ്ട്, നല്ല വീട്ടിലുണ്ട്. അങ്ങനെ മരുന്നിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുണ്ടോ, കുറച്ച് വീങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെയായിട്ട്. വേദനയുണ്ട്, തൊടാൻ പറ്റുന്നില്ല. ഇത്രയുള്ള വിശേഷങ്ങളൊക്കെ. പിന്നെ നമുക്ക് അടുത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.